തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തു. കട ഉടമയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞെത്തിയ ഒരു വ്യക്തിയാണ് പണം തട്ടിയെടുത്തത്. വർക്കല ഇലകമൺ സ്വദേശി ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ജ്യൂസ് പാർലറാണ് ഈ തട്ടിപ്പ് നടന്നത്. CCTV ദൃശ്യങ്ങൾ 24-ന്. അപ്പൊ എന്റെ അടുത്ത് വെച്ച് മൊബൈലിന്റെ സമയം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ 5 മണിയായിരുന്നു നോക്കാം. അപ്പൊ 7 മണിക്ക് ആവും അല്ലേ മുതലാളി വരാൻ. ഞാൻ പറഞ്ഞു 7 മണിയൊക്കെ ആവും. എങ്കിൽ ഞാൻ മുതലാളിയെ വിളിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചായിരുന്നു. ഞാന് ഒരു കുഞ്ഞുമോനെന്ന് പറയുന്ന ഒരാള് പൈസ കൊണ്ടുവരും. അപ്പൊ ഇയാള് മേടിച്ചു വെക്കുമെന്ന് കേട്ടോ. അപ്പൊ എന്റെ ഞാൻ പറഞ്ഞു മേടിക്കാൻ നോക്കും. അത് നിന്റെ പേരെന്തരാണ്? ഞാൻ പറഞ്ഞ പ്രഭയാണ്. എന്നിട്ട് ഫോൺ ചെവിയിൽ വെച്ചിട്ട് അതേ പ്രഭയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുതലാളി അടുത്ത് സംസാരിക്കുന്നിടത്ത് എന്റെ അടുത്ത് സംസാരിച്ചു. അതൊരു 1200 രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞു ഇല്ല ചേട്ടാ, ഒരു 1200 രൂപ ഉണ്ട്. എങ്കിൽ കൊണ്ടുവരുന്ന 7000 രൂപയെന്ന് ഈ 1200 രൂപ മുതലാളികൾക്ക് ഈ 1200 രൂപ കുറച്ചിട്ട് ബാലൻസ് മുതലാളിയിലേക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഡയറി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. പേര് കുഞ്ഞുമോന്ന് നോക്കി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു. ഒരു 1200 രൂപ മേടിച്ചിട്ടുണ്ടെന്നോ ഇതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുതലാളി വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരാളോട് പൈസ വെക്കുന്നത്. കൊണ്ട് മുതലാളി വിളിച്ചിട്ടില്ലെന്നായിരുന്നു. MG പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീക്ഷ, ഈ തട്ടിപ്പിന് പുതിയ പുതിയ രൂപങ്ങൾ വരികയാണ്. നമ്മുടെ മലയാളികൾ വലിയ ബുദ്ധിമാന്മാരായി മാറിക്കൊണ്ടിരിക്കുക. പറയൂ പ്രതീഷ്, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി പലയിടങ്ങളിലും കണ്ടുവരുന്ന ഒരു തട്ടിപ്പ് രീതിയാണ്. അതായത് മാന്യമായി വസ്ത്രം ധരിച്ച ഒരു കടയിലേക്ക് കയറി ചെല്ലും. ആ സമയത്ത് ആ കടയിലെ കടയുടമ അവിടെ ഉണ്ടായിരിക്കില്ല, ജീവനക്കാരിയായിരിക്കും കടയിൽ കാണുക. അങ്ങനെ ഈ കടയിൽ നിന്ന് ഈ ഉടമയെ ഫോണിൽ വിളിക്കുന്നു എന്നുള്ള വ്യാജേന ഈ ജീവനക്കാരിയുമായി സംസാരിക്കുന്നു. എന്നിട്ട് ഈ ഉടമ പറഞ്ഞു തനിക്ക് പണം നൽകാനെന്ന് പറഞ്ഞ് ജീവനക്കാരിയോട് ഇക്കാര്യം പറയുകയും അത് വിശ്വസിച്ച് ജീവനക്കാരി കടയിലുള്ള പണം എടുത്ത് നൽകുകയുമാണ് ചെയ്യുന്നത്. ആ തട്ടിപ്പ് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വർക്കലയിലും നടന്നത്. വർക്കലയിലെ നഗരമധ്യത്തിലുള്ള ഒരു ജ്യൂസ് പാർലറിലാണ് ഇതുപോലെ നല്ല വസ്ത്രം ധരിച്ച് മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് ഈ കടയിലെത്തുകയും ഈ കടയുടമയായ വ്യക്തിയുമായി ഫോണിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരിയോട് സംസാരിക്കുകയും ഉടമ തൻ്റെ സുഹൃത്താണ്, ഉടമ പറഞ്ഞു പൈസ തരാനെന്ന് ഈ കടയിലെ ജീവനക്കാരിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അത് വിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്ന പണമെടുത്ത് ഈ വ്യക്തിക്ക് ഈ ജീവനക്കാരി കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വൈകിട്ടോടുകൂടി കടയുടമ തിരിച്ച് വന്ന സമയത്താണ് ഈ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. തുടർന്ന് ഈ CCTV പരിശോധിച്ചപ്പോൾ ആ തട്ടിപ്പ് കൃത്യമായി വ്യക്തമായി. ഈ CCTV സഹിതം വർക്കല പോലീസിൽ കടയുടമ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് ഇതുവരെയും പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി ഈ ഘട്ടത്തിൽ കടയുടമ പറയുന്നുണ്ട്. നേരത്തെയും ഈ പല കടകളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ ജീവനക്കാരി ഈ അടുത്താണ് ഈ കടയിൽ ജോലിക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ഈ പരിചയമില്ല, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണോ എന്ന് തന്നെ ഈ ജീവനക്കാരിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്. എന്തായാലും ഈ ആളുകളെ പറഞ്ഞു പറ്റിച്ച് ഇത്തരത്തിൽ പണം തട്ടുന്ന ഇത്തരത്തിലുള്ള വിരുദ്ധന്മാർ ഈ സംസ്ഥാനത്തുടനീളം സജീവമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.